ഹലോ, ഞങ്ങളിപ്പോൾ ബുക്ക് ഔട്ട് ചെയ്യാണ് ഡോൾഫിൻ ബീച്ച് റിസോർട്ടിൽ നിന്ന്. ഇതാണ് ഐറ്റം. ഹാവ്ലോക്കിലൊരു ഗവൺമെൻറ് ഓൺ പ്രോപ്പർട്ടിയാണ്, പ്രൈവറ്റാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ട്രാവൽ പ്ലാൻസ് ആയിട്ട് വരണമോ ഹാവ്ലോക്കിൽ എന്നുള്ളത് പോർട്ട് ബ്ലെയറിലുണ്ടെങ്കിൽ നല്ലതാണ്, കാരണം ഡിസ്റ്റൻസ് കൂടുതലാണ്. ഈസ്റ്റ് ടു വെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നല്ല ഡിസ്റ്റൻസ് വരും, ഒരു 1-1.5-2 മണിക്കൂർ വരും. അപ്പോൾ നിങ്ങൾക്ക് ക്യാബ് ഇല്ലാണ്ട് നടക്കില്ല. ഓക്കെ, സ്കൂട്ടറിൽ അത്രയും പോകാൻ ഇഷ്ടമുള്ളവർക്ക് പോവാം. 2 പേരായിട്ട് വരുവാണെങ്കിൽ ഏത് ഐലൻഡിലും സ്കൂട്ടറാണ് നല്ലത്. ഹാവ്ലോക്ക് പോലത്തെ ഒരു ഐലൻഡിൽ വരുവാണെങ്കിൽ സ്കൂട്ടർ മതി, കാരണം ഈസ്റ്റ് ടു വെസ്റ്റ്, നോർത്ത് ടു സൗത്ത് 10 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു മാക്സ് 15 കിലോമീറ്റേഴ്സ് അതിൻ്റെ പൊക്കത്തേക്കില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ജെട്ടിയിൽ ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് രാധാനഗർ ബീച്ച് ഒരു മാക്സിമം ഒരു 12-15 കിലോമീറ്റർ, ജെട്ടിയിൽ നിന്ന് കാലാപത്തർ ബീച്ച് ഒരു മാക്സിമം ലെറ്റ്സ് സേ 8 കിലോമീറ്റേഴ്സ് അത്രേ ഉള്ളൂ. പിന്നെ എലിഫൻ്റ ബീച്ചാണെങ്കിൽ അവിടെ നിന്ന് നേരെ ഫെറി കിട്ടും, ബോട്ട്സോ 1000 രൂപയ്ക്ക് ബോട്ട് കിട്ടും അവിടെ നിന്ന് തന്നെ. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ക്യാബിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ സ്കൂട്ടർ മതി നിങ്ങൾക്ക് 2 പേർക്കാണെങ്കിൽ. സ്കൂട്ടറാണ് കുറച്ചും കൂടി ചിലവ് കുറഞ്ഞതും. ഒരു ദിവസം 500 രൂപ, ഒരു 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു 30-40 കിലോമീറ്റർ ചുമ്മാ ഓടും. ഓക്കെ, 500 രൂപയുടെ റെൻറ്റിൽ ഞാനിപ്പോൾ 3 ദിവസം എടുത്തു. ഞാനിവിടെ നിന്ന് എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾക്കും, ഫുഡ് പാർസൽ മേടിക്കാനും, മെഡിസിൻസിനും, പച്ചക്കറി മേടിക്കാനും, ഫ്രൂട്ട്സ് മേടിക്കാനും. പച്ചക്കറി എന്ന് പറഞ്ഞാൽ കൊച്ചിന് കൊടുക്കാൻ വരുന്ന വെള്ളരിക്ക ടൈപ്പുള്ള സാധനങ്ങളൊക്കെ എല്ലാം ഇവിടുത്തെ മാർക്കറ്റ്സിലാണ് കിട്ടുന്നത്. എല്ലാത്തിനും നമുക്ക് ഓട്ടോനെ വിശ്രമിക്കാൻ പറ്റില്ല, കാരണം ഓട്ടോയുടെ റേറ്റ് ഞാനിവിടെ ജനറലി കണ്ടിരിക്കുന്നത് 30 തൊട്ട് 40 രൂപ പെർ കിലോമീറ്റർ മേടിക്കുന്നതാണ്. ഓക്കെ, അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഡോൾഫിൻ റിസോർട്ടിൽ നിന്ന് ജെട്ടിയിലോട്ട് 4 കിലോമീറ്ററാണ്, മേടിച്ചത് 150 രൂപ. നമ്മുടെ റിസോർട്ടിൽ നിന്ന് രാധാനഗർ ബീച്ചുള്ളത് 11 കിലോമീറ്ററാണ്, മേടിച്ചത് 400 രൂപ. ഓക്കെ, ടു ആൻഡ് ഫ്രോ 400 + 400 800 രൂപയാണ് അവർ മേടിക്കുന്നത്. അതായത് ഒരു ഓൾമോസ്റ്റ് ഒരു 37 റുപ്പീസ് 38 റുപ്പീസ്. ഇത് ഇപ്പോഴത്തെയാണ്, ജനുവരി 2025. ഓക്കെ, എന്നാലും അത് ക്യാബിന് വെച്ച് നോക്കുമ്പോൾ അത് എക്സ്പെൻസീവ് ഒന്നും അല്ല. പിന്നെ നമ്മളെല്ലാം ബീച്ച് ഒരു സൈഡ് ഒരിക്കലേക്കേ പോകത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കായാക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ വണ്ടി വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂബയ്ക്ക് പോകുമ്പോൾ അവർ വന്ന് നിങ്ങളെ പിക്ക് ചെയ്യും, അവർ നിങ്ങളെ ഹോട്ടലിൽ വന്ന് ഡ്രോപ്പും ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് ക്യാബിന് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ 2 പേരായിട്ട് വരുവാണെങ്കിൽ എന്തുകൊണ്ടും സ്കൂട്ടറാണ് നല്ലൊരു ഓപ്ഷൻ. ആക്റ്റീവ ആണ് മെയിനായിട്ട് ഇവിടെ എല്ലാവരും ഓടിക്കുന്നത്. പിന്നെ ചിലവർ എൻഫീൽഡൊക്കെ കൊടുക്കുന്നുണ്ട്. വെഹിക്കിൾ സർവീസ് സെൻറ്റേഴ്സൊക്കെ വളരെ കുറവാണെങ്കിലും അവരും ഇവിടെ ഓടുന്നുണ്ട്. ഓക്കെ, അതിനൊക്കെ കുറച്ച് റേറ്റ് അപ്പുറത്തിപ്പുറത്തുമായിരിക്കും, പക്ഷേ ഓൾമോസ്റ്റ് സെയിം. 2 പെട്രോൾ പമ്പാണ് ഹാവ്ലോക്കിലുള്ളത്, ഒന്ന് ജെട്ടിയുടെ അടുത്ത്, ഒന്ന് രാധാനഗർ ബീച്ചിനടുത്ത്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ടൈമിങ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 2 വീലർ എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു രാവിലെ ഒരു 7 മുതൽ ഒരു വൈകിട്ട് ഒരു 5 മണി വരെയുള്ള രീതിയിൽ നിങ്ങളുടെ പ്ലാനിനനുസരിച്ച് പെട്രോൾ അടിക്കുക. ഇവിടെ പെട്രോളിന് വില ആസ് ഓൺ ജാനുവരി 2025 83 രൂപ, ഡീസലിന് 76 രൂപ, അത്രേ ഉള്ളൂ. ഹാവ്ലോക്കിൽ പിടിക്കാൻ പറ്റുന്നത് 2 പേരായിട്ട് വരുവാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിലാണ്. ഒന്നും പറയേണ്ട കാര്യമില്ല. 3 ദിവസത്തേക്കാണെങ്കിൽ 1500, 2 ദിവസത്തേക്കാണെങ്കിൽ 1000 പ്ലസ് പെട്രോൾ. ഇതിൽ ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞു. ഫുഡിലാണ് നിങ്ങളുടെ മേജർ എക്സ്പെൻസ് വരുന്നത്. അക്കോമഡേഷൻ ഞാൻ ഓൺലൈൻ കേട്ടിരിക്കുന്നത് 2000-3000 രൂപയ്ക്കൊക്കെ കിട്ടുമെന്നാണ്. അതൊന്നും നടക്കണ പരിപാടിയല്ല. മേടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മുറി ഫാമിലിക്ക് പറ്റുന്നതായിരിക്കുമെന്ന് എനിക്കറിയില്ല. സിംഗിൾ പസങ്ക ആണെങ്കിൽ ചുമ്മാ എവിടെ വേണമെങ്കിൽ താമസിക്കാം, കുഴപ്പമില്ല. കൊതുകടി കണ്ടാലും ആരും കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഭാര്യമാരായിട്ട് വരുന്നവർ വീട്ടിൽ കയറുമ്പോൾ കട്ടിൽ തന്നെ കിടക്കണമെങ്കിൽ, സോഫയിൽ കിടക്കണ്ടായെങ്കിൽ നല്ല രീതിയിലുള്ള ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ വെറും ഇതാവും. ഓക്കെ, ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മേജറായിട്ട് കേട്ടിരിക്കുന്നത്, ഞാൻ കണ്ടിരിക്കുന്നത് നല്ല ലൈറ്റിംഗ് ഒക്കെ അടിച്ച് നല്ല സെറ്റപ്പായിട്ടിരിക്കുന്നത് ഒന്ന് അഞ്ചു കോക്കോ ഹോട്ടലുണ്ട്. അതെൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര മോശമായിരുന്നു, എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഓക്കെ, ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. 6 ഇഡ്ഡലി മേടിച്ചിട്ട് 500 രൂപയായി. പക്ഷേ ഇഡ്ഡലി കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, പണ്ടത്തെ നോക്കിയ ഫോണിൻ്റെ ടൈപ്പുണ്ട്, ഭിത്തിയിലടിച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരും. അപ്പോൾ ആ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഉള്ളത് മാംഗോ ട്രീ ആയിരുന്നു. മാംഗോ ട്രീ വലിയ വിഷയമില്ല. പിന്നെ നമ്മുടെ ഓൺ ഡോൾഫിൻ റിസോർട്ട് നന്നായിരുന്നു. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു മലയാളി ഹോട്ടലുണ്ട്, പക്ഷേ അവിടെ ഞാൻ എപ്പോൾ പോയാലും ഫുഡില്ല, അവിടെ ഷെഫില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ആയുർവേദിക് മസാജ് സ്പാ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും ഒരു പൊറോട്ട അല്ലെങ്കിൽ ഒരു അപ്പം പ്ലസ് വെജിറ്റബിൾ കറി 400 രൂപ എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അപ്പോൾ
ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല. ഇതല്ലാതെ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയുന്നത് ക്വാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാടുണ്ട് ഇവിടെ. എല്ലാത്തിനും നമ്മുടെ നാട്ടിലെ ഡബിൾ റേറ്റാണ്. ഓക്കെ, നമ്മൾ ചീപ്പ് ഫുഡ് നോക്കി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുഡ് പോയ്സണിങ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം അവരും നല്ലതല്ല എന്നല്ല, പക്ഷേ ക്ലീനിനെസ് ഇതൊക്കെ ഒരു പണിയാണ്. കാരണം ഒന്നാമതൊരു ഐലൻഡാണ്. ആൻഡ് ഫ്രൂട്ട്സിനുള്ള കോസ്റ്റൊക്കെ പറയുകയാണെങ്കിൽ പഴം, കരിക്ക് ഇതിനെല്ലാത്തിനും നോർമൽ റേറ്റാണ്. കാരണം ഇവിടെ ഒരുപാടുണ്ട്. നിങ്ങൾ ഹാവ്ലോക്കിൽ ജസ്റ്റ് ഒരു 2 വീലർ ഓടിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഫുള്ള് പന, തെങ്ങ്, പിന്നെ വാഴ, ഈ 3 സാധനങ്ങളാണുള്ളത്. അപ്പോൾ പഴത്തിനൊന്നും വലിയ ടേസ്റ്റ് എന്നല്ല, പൈസയില്ല, ടേസ്റ്റ് നല്ലതായിട്ടുണ്ട്. കാരണം ഓർഗാനിക് പോലെയാണ് തോന്നുന്നത്. അല്ലാതെ ഒരു 80 രൂപ ഞാലിപ്പൂവൻ കിലോ, 50 രൂപ ചെറുപഴം, അതെല്ലാം ഒരു 50 തൊട്ട് 80 റേഞ്ച് വരെ ഞാൻ മേടിച്ചിട്ടുണ്ട്. കറക്റ്റ് റേറ്റ് എനിക്കറിയില്ല, കാരണം നമ്മുടെ ഈ ഹിന്ദിയൊക്കെ ഉണ്ട്, അവർ നമ്മൾ പറ്റിക്കുന്നതാവും. കരിക്ക് ഇവിടെ ഒരുപാട് കിട്ടും. കരിക്കിൽ പ്രിഫർ ചെയ്യുക. 60 രൂപ സാധാരണ കരിക്കിന്, അതായത് ഇൻസൈഡ് ഫുഡ് ഉൾപ്പെടെ നല്ല വെള്ളം ഉണ്ടാവും. വെറും വെള്ളത്തിനാണെങ്കിൽ 40 രൂപ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണ് ഇവിടെ കരിക്കിൻ്റെ വില. 40-60 രൂപയൊക്കെ ഉള്ളൂ. ബെസ്റ്റ് പരിപാടിയാണ്. വയറൊരിക്കലും ചീത്തയാവില്ല, എല്ലായിടത്തും കിട്ടുകയും ചെയ്യും. ഇപ്പം ഞാൻ ഇവിടുത്തെ സീൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, എത്ര തെങ്ങുണ്ട് നോക്കി, കാണുന്നുണ്ട്? ഫുൾ തെങ്ങാണ്. ഓക്കെ, ഇത് ഇടാൻ തന്നെ ഇന്നലെ ഒരു 5-6 പേര് വന്നിട്ട് ഫുൾ തേങ്ങ ഇട്ടേച്ചാൽ പോയെ. ഓക്കെ, ഇവിടെ നല്ല ഫുൾ ഇതിന് വലിയ ക്ഷാമമൊന്നുമില്ല. അപ്പോൾ പറ്റുന്നത്രയും കരിക്കൊക്കെ അങ്ങനത്തെ ഫുഡിലോട്ട് പോവുക. മെഡിക്കൽ ഫെസിലിറ്റീസ് ഇവിടെ ഒരു പ്രൈമറി മെഡിക്കൽ സെൻ്ററേ ഉള്ളൂ. അത് നിങ്ങളുടെ രാധാനഗർ ജംഗ്ഷനിലാണ്. പിന്നെ 2 മെഡിക്കൽ ഷോപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റായിട്ട് നിങ്ങൾ വരാൻ പറ്റുവാണെങ്കിൽ വരിക. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു ബാൻഡേഡ്. മുറിവുകൾ ഇവിടെ സർവ്വസാധാരണമാണ്. ഒരു 5-6 ബാൻഡേഡ് കൊണ്ടുവരിക. പാരസെറ്റമോൾ അത്യാവശ്യമാണ്. വയറിളക്കത്തിനുള്ള മരുന്ന് എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ ആ മരുന്നിൻ്റെ പേരൊക്കെ ഇന്നലെ ഞാൻ മേടിച്ചു, പക്ഷേ അത് പ്രൊണൗൺസ് ചെയ്യാൻ വരുന്നില്ല എനിക്കിപ്പോൾ. അത് ഡോക്ടർ വിളിച്ച് പറഞ്ഞു, നമ്മളങ്ങനെ മേടിച്ചതാണ്. വൈഫിനിപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതിനുള്ളത് മേടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ബേസിക്കായിട്ടുള്ള തലവേദനയ്ക്കുള്ള, എനിക്ക് ഉണ്ടായിരിക്കണം എന്ന് തോന്നിയിരുന്നത്, ഞാൻ മിസ്സായ സാധനം വേപ്പറൈസറാണ്. കാരണം എനിക്ക് ടോൺസിൽസും വെച്ചാൽ നമ്മൾ ഡീപ്പ് വാട്ടർ ഡൈവിങ്ങും അങ്ങനത്തെ, ഞാനിപ്പോൾ പോകുമ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചാടും. അപ്പോൾ കഴിഞ്ഞ രാധാനഗർ ബീച്ചിലും പോയി ചാടി. അപ്പോൾ വന്നപ്പോഴേക്കും എനിക്ക് ടോൺസിൽസൊക്കെ കിട്ടി. അപ്പോൾ കിട്ടിയ ഒരു വേപ്പറൈസർ ഉണ്ടായിരുന്നെങ്കിൽ ചെറിയൊരു സാധനം സൂട്ട് കേസിൻ്റെ ഒരു സൈഡിൽ കയറും. അത് കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ന് തോന്നി. അത് എക്സ്ട്രാ ലഗേജാണ്, ഇച്ചിരി ഉള്ളൂ, പക്ഷേ അത് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, അപ്പോൾ മെഡിക്കൽസിന് ബേസിക് വേണ്ടത് കരുതുക. കാരണം ഇവിടെയും ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉള്ളൂ. ഞാൻ നീലിൽ വിളിച്ച് ചോദിച്ചു, അവിടെ അക്കോമഡേഷനിൽ അവിടെയും ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററേ ഉള്ളൂ. വാട്ടർ ആക്ടിവിറ്റീസ് ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇവിടെ ഒരൊറ്റ ഇതിൽ പറയാം. സ്കൂബ കിട്ടുന്നത് 2-3 സൈറ്റ് അനുസരിച്ചാണ്. ഒരു ട്രൈബൽ സൈറ്റുണ്ട്, ട്രൈബ് ഗേറ്റ് ഉണ്ട്. പിന്നെ ഞാൻ ജാക്ക് ലോറൻസ്, ഒരു ജോൺസ് ലോറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 സൈറ്റുണ്ട്. ഇതൊക്കെ നോർമൽ സൈറ്റ്സാണ്. ഡൈവ് മാസ്റ്റർ പോലെയുള്ള സൈറ്റ്സൊക്കെ ഇവിടെ ഷോപ്സ് ഉണ്ട്. അവർ പറയുന്നത് 5500 രൂപയാണ്, ഇൻക്ലൂഡിങ് വീഡിയോഗ്രാഫി അവരെല്ലാം ചെയ്തു തരും. അല്ലെങ്കിൽ പിന്നെ വേറെ ഐലൻഡ് ഡൈവേഴ്സ് എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഡൈവ് കളേഴ്സ്, അങ്ങനെ ഒരുപാടുണ്ട് റിവ്യൂസൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അവരോടൊക്കെ വിളിച്ചപ്പോൾ 5500, റെഡി ടു റെഡ്യൂസ് ഇട്ട് 5000. ബാർഗൈനിങ് ചെയ്തപ്പോൾ ഒരു 5000 വരെ അവർ താഴാൻ തയ്യാറാണ്. പിന്നെ ഒരു പ്രീമിയം സൈറ്റ് ഉണ്ട്, അതിന് ടേർട്ടിൽ ബീച്ച് എന്നാണ് പറയുന്നത്. ടേർട്ടിൽസിനെ കാണാൻ പറ്റുമായിരിക്കും. അതിന് 7500. ദേ ആർ റെഡി ടു റെഡ്യൂസ് ഇറ്റ് ടു 7000. 7000 വരെ അവർക്കൊന്ന് പിടിക്കാം. അതിന് താഴെ ആരും തയ്യാറല്ല. ഓക്കെ, പിന്നെ നമ്മൾ ഡോൾഫിനിൽ വരുമ്പോൾ തന്നെ ഇവിടെ ഫ്രണ്ട് ഡെസ്കിലിരിക്കണം വരെ നമ്മൾ കയറി അങ്ങോട്ട് പിടിക്കും. ഞാൻ 5500 രൂപയുടെ 3000-ന് ചെയ്തു തരാം. ടേക്ക് ഇറ്റ് വിത്ത് ദ പിഞ്ച് ഓഫ് സോൾട്ട്. എനിക്കറിയില്ല അത് എത്രത്തോളം സക്സസ് ആണെന്ന്. കാരണം അവർ എവിടെ കൊണ്ടുപോയി നമ്മൾ ഡൈവ് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ബെറ്റർ ടു ഗോ വിത്ത് ദി സ്റ്റാൻഡേർഡ് ഡൈവേഴ്സ്. ഓക്കെ, നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുക, അവരുടെ കയ്യിൽ കിറ്റ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണുക. അധികം സമയമൊന്നും വേണ്ട, ജസ്റ്റ് അവരുടെ ഷോപ്സ് എല്ലാം അടുത്തടുത്താണ്. ഓക്കെ, പിന്നെ ഞങ്ങൾ ഒരു NR കയാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയായിരുന്നു. അവിടെ ഞാൻ കയാക്കിനാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞു 3500-ന് അവർ ട്രൈബ് ഗേറ്റ് സൈറ്റ് ചെയ്തു തരാമെന്ന്. ഓക്കെ, കയാക്കിങ്ങിന് റേറ്റ് 1500 to 2000 ആണ്. ഞാൻ 1500-ന് അവരെ സമ്മതിപ്പിച്ചതാണ് 2 പേർക്ക്. 2000 രൂപ അഡ്വാൻസ് കൊടുത്തു ഔട്ട് ഓഫ് 3000. പക്ഷേ അവസാനം വൈഫിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് വൈഫ് വരാൻ പറ്റില്ല. അവസാനം ഞാൻ 2000 കൊടുത്തു പോട്ടെ എന്ന് വിചാരിച്ചു. കാരണം അവരുടെ നല്ല സർവീസ് ആയിരുന്നു. NR കയാക്സ് ആണ് അവരുടെ പേര്.
ജെട്ടിക്ക് അടുത്ത് തന്നെയാണ് അവരുടെ ഓഫീസ്. ഇത് പ്രൊമോഷനൊന്നുമല്ല, ജസ്റ്റ് അവർ നന്നായിട്ട് എന്നോട് പെരുമാറി. അതുകൊണ്ടാണ് അവിടെ ഒരു സൗരഭ് എന്ന് പറഞ്ഞ ആൾ, ഞാൻ വേറൊരു ക്ലിപ്പ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അവർ നന്നായിട്ട് പെരുമാറി, നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ അവരെടുത്ത് തന്നു. എൻ്റെ കയ്യിലൊരു GoPro ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അവരുടെ ക്യാമറേനെ നിങ്ങൾ ആശ്രയിക്കുവാണെങ്കിൽ അവരെ നിങ്ങൾ പിടിക്കണം, പെട്ടെന്ന് തന്നെ അയച്ചു തരാൻ. ലോ റെസൊല്യൂഷനിലും നല്ല റെസൊല്യൂഷനിൽ. കാരണം ഇവിടുത്തെ ഉള്ള ജനറൽ കംപ്ലയിൻറ്റ് അതാണ്, നന്നായിട്ട് വീഡിയോ ഒക്കെ മുമ്പിലെടുക്കും, പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ വാട്സാപ്പിലെല്ലാം അയച്ചു ലോ റെസൊല്യൂഷനിലായിരിക്കും അയച്ചു തരുന്നത്. അപ്പോൾ അവരോട് ഹൈ റെസൊല്യൂഷനിൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഏതെങ്കിലും സെറ്റിങ്ങോ എവിടെയെങ്കിലുമൊക്കെ ക്ലൗഡിൽ വല്ല അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കാനുള്ള രീതിയിൽ ചെയ്യുക. 3 തരത്തിലുള്ള കാക്കിംഗ് ഉണ്ട് ആസ് യു നോ. ഒന്ന് ബയോലൂമിനസെൻസ് ആണ്, വിത്ത് സൺറൈസ് ഉണ്ട്. അത് നമ്മൾ രാവിലെ 2:30-3 മണിക്ക് പോകണം. 3:30 അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് രാവിലെ ഒരു 5:45-6 മണി വരെ ഉണ്ടാവും. അതിന് റേറ്റ് ഏതാണ്ട് 2000-3000 റേഞ്ച് വരും. കാരണം അത് 2 എണ്ണം കമ്പൈൻ ചെയ്യുന്നതുകൊണ്ട്. ഞാൻ അതിനല്ല പോയത്, ഞാൻ പോയത് സൺസെറ്റ് കയാക്കിങ്ങിനാണ്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ മാംഗ്രൂവ്സിലോട്ട് കൊണ്ടുപോയിട്ട് സൺസെറ്റിലോട്ട് അവർ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് തരും. ദാറ്റ് ഈസ് 1500 to 2000. നല്ല എക്സ്പീരിയൻസ് ആണ്. ചുമ്മാ നമ്മുടെ നാട്ടിൽ കയാക്കിങ് ചെയ്യുന്നതും ഇവിടെ ചെയ്യുന്നതിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം വെള്ളം നമ്മൾ തുഴയുന്ന സ്ഥലം ഇതൊക്കെ വേറെ ലെവലാണ്. ഓക്കെ, അപ്പോൾ കയാക്കിങ് പറ്റുവാണെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വിട്ട് കളയാൻ കുഴപ്പമില്ല. അത് എവിടെ വേണമെങ്കിൽ ചെയ്യാവുന്നൊരു ആക്ടിവിറ്റിയാണ്. പിന്നുള്ളത് എലിഫൻ്റ ബീച്ചിലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസാണ്. ഞാൻ കണ്ട റേറ്റ് ഞാൻ വേറെ അവിടെ അപ്ലോഡ് ചെയ്തായിരുന്നു. പക്ഷേ ഇതാണ് ജെറ്റ് സ്കീ 800, പാരാസെയിലിംഗ് വേരീസ് ബിറ്റ്വീൻ 3200 to 3800. ആ റേഞ്ചിലാണ് പാരാസെയിലിംഗ് വരുന്നത്. നിങ്ങളുടെ സീ വാക്ക് വരുന്നത് 3800, 3800. പിന്നെ ബാക്കിയുള്ളതെല്ലാം കുറേ ഉണ്ട്. ഒരു വ്യാളിയൊക്കെ ഉണ്ട്, ചൈന ബനാന റൈഡ്, മറ്റേ റൈഡ്, ജോയ് റൈഡ്. എൻ്റെ അമ്മച്ചി ഒരു ഒക്ടോപ്പസ് ടൈപ്പുള്ള ഷേപ്പിലുള്ള ഓരോ റൈഡൊക്കെ ഉണ്ട്. അതിനൊക്കെ തന്നെ 500-600 രൂപ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് പിടിക്കാം. ഓക്കെ, അങ്ങനെയാണ്. തിരക്കില്ലാത്ത സീസണിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നതാണ് പ്രൈസ്, കാരണം അവർക്ക് ആളില്ല, പൈസ കിട്ടിയേ പറ്റൂ. കോസ്റ്റ് ഓഫ് സ്റ്റേ നിങ്ങൾ മൊത്തത്തിലെടുത്ത് നോക്കുവാണെങ്കിൽ ഹാവ്ലോക്കിൽ സ്റ്റേക്ക് നിങ്ങൾക്ക് ഒരു ദിവസം 6000 to 8000 കൂട്ടേണ്ടി വരും, നല്ലൊരു അക്കോമഡേഷന്. ഫുഡിന് ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇൻക്ലൂഡഡ് മിനിമം 2000 കൂട്ടേണ്ടി വരും. മിനിമം 2000 കൂട്ടേണ്ടി വരും. ട്രാൻസ്പോർട്ടേഷൻ നിങ്ങളുടെ കയ്യിൽ ബൈക്ക് ഉണ്ടെങ്കിൽ പെർ ഡേ 500 + 100 rupees പെട്രോൾ. പിന്നെ ഫ്രൂട്ട്സൊക്കെ, അതൊക്കെ നിങ്ങളുടെ മെഡിക്കൽ റിക്വയർമെൻറ്റ്സ് അതൊക്കെ സെപ്പറേറ്റ് ആണ്. ഓക്കെ, ഇതാണ് ഹാവ്ലോക്ക്. മസ്റ്റ് വിസിറ്റാണ്, ഒരു രക്ഷയില്ല. ഓക്കെ, ഞാനും വിചാരിച്ചു ഇതൊക്കെ ചുമ്മാ ബീച്ചല്ലേ, നമ്മൾ പോണ വഴിക്ക് കോഡ് ബ്ലെയറിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമ്മുടെ നാട് തന്നെ അല്ലേ, നമ്മൾ ഈ ചെറായിലോ കോവളത്തേക്കോ പോകുന്ന അതേ ഒരു ആംബിയൻസാണ് ഇവിടെയും. പക്ഷേ നമ്മൾ ഇതൊക്കെ കാണുമ്പോഴല്ലോ, ഒന്ന് വെള്ളത്തിൻ്റെ ക്വാളിറ്റി, പിന്നെ അടുത്ത് വീടുകളും ഒന്നുമില്ല, എല്ലാം കാടുകളാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു 200-300 കൊല്ലം പഴക്കമുള്ള വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു അമേസിങ് സീനാണ്. ഓക്കെ, അത് നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ സീനൊന്നും നമുക്ക് കിട്ടില്ല എവിടെ. ഇതുണ്ടോ, ഒരു രക്ഷ. ഇതൊരു ചുമ്മാ ഒരു റിസോർട്ടിൻ്റെ ബീച്ചാണിത്. അമേസിങ് അല്ലേ. അപ്പോൾ ഇതാണ് ഹാവ്ലോക്ക്. ഹണിമൂണേഴ്സ് അല്ലാതെ വൃദ്ധ ദമ്പതികൾ പോലും ഇവിടെ വരുന്നുണ്ട്. രാധാനഗറിൽ കാണിച്ചെന്ന് വിചാരിക്കുന്ന വീഡിയോയിൽ, അത് വരുമെന്ന് എനിക്കറിയില്ല. ഒരു 70 ഇയേഴ്സിൻ്റെ, ഒരു 60-70 വയസ്സുള്ള മാതാവന്മാരൊക്കെ ചാടി തിരകൾക്കെതിരെ പൊളിക്കുകയാണ്. ഓക്കെ, അവരും എല്ലാവരും എൻജോയ് ചെയ്യാണ്. 25,000-30,000 ഒക്കെ ഉണ്ടെങ്കിൽ ഹാവ്ലോക്ക് തീരേണ്ടതാണ് 2 ദിവസത്തേക്ക്. സോ 15,000 പെർ ഡേ എന്ന രീതിയിൽ നിങ്ങൾക്ക് പോകാം. പ്ലസ് അഡ്വഞ്ചർ, നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ അഡ്വഞ്ചർ അത് നിങ്ങളുടെ ഓപ്പറിൽ, നിങ്ങളുടെ സ്കൂബയും കയാക്കിങ്ങും സ്നോർക്കിലിങ്ങും എല്ലാം ചെയ്യുവാണെങ്കിൽ തന്നെ പെർ ഹെഡ് ഒരു 15,000 രൂപയിൽ നിൽക്കും. കാരണം നിങ്ങൾക്ക് അത്രയും സമയമുള്ളൂ 2 ദിവസം. ബാക്കി നിങ്ങൾക്ക് കുറച്ച് നേരം വീട്ടിലിരിക്കണം, ഇങ്ങനത്തെ ബീച്ചും കൂടി നിങ്ങൾക്ക് എൻജോയും ചെയ്യണം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഹാവ്ലോക്ക്. താങ്ക് യു ഫോർ ലിസണിങ്. ബാക്കി നമുക്ക് പിന്നെ കാണാം. സീ യു.